ഇക്കഴിഞ്ഞ ഫെബ്രുവരി 23 അർദ്ധരാത്രിയോടുകൂടിയാണ് ഡൽഹിയിൽ ഒരു വലിയ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. ആസൂത്രിതമായ ആ കലാപം എനിക്ക് പിറകിൽ കാണുന്ന ജാഫ്രാബാദിലുള്ള ഈ സമരത്തെ തകർക്കുക എന്ന സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായിരുന്നു. എന്നാൽ അവർക്ക് ഈ സമരത്തെ പരാജയപ്പെടുത്താനോ തോൽപ്പിക്കാനോ കഴിഞ്ഞില്ല. വലിയ നാശനഷ്ടങ്ങൾ അവർക്ക് ഉണ്ടാക്കാൻ പറ്റി. പക്ഷേ ഇപ്പോഴും ഈ സമരം ഇങ്ങനെ തുടരുകയാണ്. സുപ്രഭാതം ഓൺലൈൻ ഡൽഹിയിലെ കലാപ ഭൂമികയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അവിടുത്തെ യഥാർത്ഥ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഞാൻ റാഷിദ് KVR, എന്നോടൊപ്പം സുപ്രഭാതത്തിൻ്റെ ഡൽഹി റിപ്പോർട്ടർ കൂടിയായിട്ടുള്ള സലീം, ആഷിഖ് തുടങ്ങിയ സംഘാംഗങ്ങൾ നടത്തിയിട്ടുള്ള ചില അന്വേഷണങ്ങൾ, യഥാർത്ഥ ചിത്രങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുകയും അതോടൊപ്പം യഥാർത്ഥ അവസ്ഥകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയുമാണ് ഞങ്ങൾ ചെയ്യുന്നത്. എനിക്ക് പിറകിൽ കാണുന്നത് ഇപ്പോൾ ജാഫ്രാബാദിലുള്ള ഷഹീൻ ബാഗ് മോഡലിലുള്ള ഒരു സമരമാണ്. ഈ സമരമെന്ന് പറയുന്നത് ഈ പ്രദേശത്തുള്ള നൂറുകണക്കിന് ആളുകളുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ വലിയൊരു പങ്കാളിത്തം ഷഹീൻ ബാഗ് പോലെ തന്നെ ഈ സമരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് കടന്നു വരാം. ഇതിനകത്തുള്ള ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണിക്കാം. യഥാർത്ഥത്തിൽ ഈ സമരത്തെ പരാജയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടായിരുന്നു സംഘപരിവാർ വലിയ രീതിയിലുള്ള പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ആക്രമണം നടത്തിയത്. ഇത് റോഡരികിലെ മെട്രോയുടെയൊക്കെ ഇതിന് തൊട്ടപ്പുറത്ത് റോഡരികാണ്, മെട്രോ ലൈനിൻ്റെ താഴെയാണിത്. അപ്പോൾ ഇതിനെ തകർക്കുക, അതിൻ്റെ ഈ സമരം നടക്കുന്ന വേദിയുടെ പുറകിലും റോഡിൻ്റെ അതർ സൈഡിലുമായിട്ടും വലിയ ഗല്ലികളെന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് വീടുകളുള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഈ സ്ഥലത്ത്, പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷ സ്ഥലത്ത് ഇത്തരമൊരു പ്രശ്നമുണ്ടാക്കുക എന്നുള്ളത്, ഇത്തരമൊരു സമരം ഇല്ലാതെയാക്കുക എന്നുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിരുന്നു ആ കലാപം. നമുക്ക് ഇതിനകത്തേക്കൊന്ന് പ്രവേശിക്കാം. അതിനുശേഷം ഇവിടെ ഒരുപാട് ആളുകൾ നമ്മളുമായിട്ട് സംവദിക്കാനും കാര്യങ്ങൾ പങ്കുവെക്കാനും ഒക്കെയുണ്ട്. ഞങ്ങൾ ഇവിടുത്തെ ഈ സമരകേന്ദ്രത്തിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്നൊന്നും ഇവിടുത്തെ ആളുകൾ ഒരു പെർമിഷനൊന്നും തരുന്നില്ല. കാരണം ഇത് ഷൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ. അതിൻ്റെ കാരണവും അവർ തന്നെ പറഞ്ഞു. കാരണം നേരത്തെ നമ്മോട് സംസാരിച്ച ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ള ഒരു കാര്യം, മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇവർക്ക് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ ഇവരുടെ യഥാർത്ഥ വിഷയങ്ങൾ ആരെയും കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആര് വന്നാലും ഭയം വരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളിങ്ങോട്ട് വരുന്നതിനും ഞങ്ങൾ വന്ന സമയത്ത് പോലും കുറച്ച് ആശങ്ക പ്രകടിപ്പിച്ചതിന് ശേഷമാണ് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇവർ നമ്മളോട് സംസാരിക്കാൻ പോലും തയ്യാറായിട്ടുള്ളത്. ഏതായിരുന്നാലും ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഷഹീൻ ബാഗ് പോലെ ഒരു വലിയ സമരം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇവിടെ ഞങ്ങളിപ്പോൾ വന്ന സമയം ഏകദേശം 2 മണിക്കാണ് ഞങ്ങളിപ്പോൾ സംവദിച്ചോട്ട്. ഉച്ചയ്ക്ക് 2 മണി. ഏകദേശം 100ഓളം ആളുകൾ ഇപ്പോൾ ഇവിടെ തയ്യാറാണ്. കുട്ടികളും സ്ത്രീകളും യുവാക്കളും വൃദ്ധന്മാരും അടക്കം എല്ലാ ആളുകളും സജീവമായിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മളോട് പ്രതികരിക്കും. അപ്പോൾ നമ്മുടെ കൂടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയാനൊക്കെ ഇവിടുത്തെ നാട്ടുകാർ നമ്മോടൊപ്പം ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ടീമിൽ, സുപ്രഭാതത്തിൻ്റെ ടീമിൽ നമ്മുടെ സുപ്രഭാതത്തിൻ്റെ ഡൽഹി റിപ്പോർട്ടർ കൂടിയായിട്ടുള്ള സലീംക്കയുണ്ട്. സലീംക്ക ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയും. എന്തൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു പ്ലാൻ, നമ്മൾ എവിടെയൊക്കെയാണ് സന്ദർശിക്കുന്നത്, എന്തൊക്കെയാണ് നമുക്ക് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് കൂടുതൽ എത്തിച്ചു കൊടുക്കാൻ പറ്റും? നമ്മൾ ഇവിടുന്ന് നേരെ ഇപ്പോൾ ജാഫ്രാബാദിൽ ഈ പ്രൊട്ടസ്റ്റ് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇവിടെ സമരം നടന്നത്, മറ്റേ കലാപം നടത്തിയത്. ആ പ്രൊട്ടസ്റ്റ് ഇപ്പോഴും തുടരുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഈ കലാപബാധിത പ്രദേശത്തേക്ക് ഉള്ളോട്ട് പോകാമാണ്. കൂടുതൽ കലാപം ബാധിച്ചതിൽ തൊട്ടപ്പുറത്ത് മൗജിപൂരുണ്ട്, അവിടുന്ന് അങ്ങോട്ട് കജൂരി കാസുണ്ട്. അതുപോലുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ കലാപം ഏകദേശം ഷാദ്ര വരെ വ്യാപിച്ച ഒരു വലിയ കലാപമാണത്. അപ്പോൾ അവിടെ വരെ നമ്മൾ പോകാൻ പോവാണ്. അവിടുത്തെ ആളുകളെ കണ്ടിട്ട് എന്താണ് അവർ അനുഭവിച്ചത്, എന്താണ് അവരുടെ പ്രശ്നങ്ങൾ, എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അവരോട് നമ്മൾ സംസാരിക്കാൻ പോകുന്നു. നമ്മളോട് ഇവിടെ സംസാരിക്കാൻ ആളുകൾ നിൽക്കുന്നുണ്ട്. അവർ പറയും എന്താണ് അവരുടെ വിഷമങ്ങൾ നമ്മൾ പറയും. और जो उनको बहुत जो नुकसान पहुँचाया, लेकिन हमने
यहाँ पे मुसलमान में हमारे यहाँ पे मुसलमानों के गढ़ में हिंदू हैं, लेकिन हमने उनको बिल्कुल सेफ रखा अपने यहाँ पे। मंदिर भी है, ना हमने उनको नुकसान पहुँचाया ना उनको मारा। हमारी मतलब हमारे बड़े ये नहीं सिखाते कि जो हम दूसरों को मारें, लेकिन जो दंगाई आरएसएस के जो लोग हैं इन्होंने हमारी जो है जायदादों को जो फूंक दिया और मस्जिदों में जो है जाके जो है इमाम को मारा और जो है मौजन को गोली मार दी और जो है ना मस्जिद जो है शहीद कर दी। അദ്ദേഹം ഇവിടുത്തെ നാട്ടുകാർ പിന്നെ വളരെ ശാന്തിയിലും സമാധാനത്തിലും കഴിയുന്ന ആളുകളായിരുന്നു. പക്ഷേ പിന്നീട് സംഭവിച്ചതെന്തെന്ന് വെച്ചാൽ കുറേ ആളുകൾ ഇവിടുത്തെ കാര്യമായി ആക്രമിക്കപ്പെട്ടത് മുസ്ലിം ഹിന്ദു ഏരിയകളിലുള്ള വളരെ കുറച്ച് മുസ്ലിങ്ങളെ അവർ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചപ്പോൾ അതേ സമയത്ത് ഇപ്പുറത്ത് ഹിന്ദു ഏരിയകൾ അവരുടെ അമ്പലങ്ങൾ ഹിന്ദുക്കളെയൊക്കെ ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത അങ്ങനെയല്ല, വളരെ തിരിച്ചാണ്. അവരുടെ ആളുകളാണ് മരിച്ചത്, മുസ്ലിങ്ങളാണ് മരിച്ചത്, മുസ്ലിങ്ങൾക്കാണ് നഷ്ടങ്ങൾ സംഭവിച്ചത്, മുസ്ലിങ്ങൾക്കാണ് പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായി. എന്നിട്ടും അവർ പറയുന്നു മുസ്ലിങ്ങളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അതെങ്ങനെ സംഭവിക്കുന്നു എന്നാണ് പുള്ളി ചോദിക്കുന്നത്. ഞങ്ങൾ വളരെ സമാധാനത്തിലും ശാന്തിയിലും ഒക്കെ കഴിഞ്ഞിരുന്ന ആളുകളാണ് ഇവിടെ. ഇത്തരം ആളുകളെ ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. सारे हिंदू खराब नहीं है, जो बाहर आ रहे थे वाले और जो बजरंग दल वाले उन्होंने हमला किया यहाँ पे आके। यहाँ तो सब मिले हुए थे, यहाँ तो प्रोटेस्ट के अंदर हिंदू भी साथ दे रहे थे। और हमारी लड़ाई किसी से नहीं है, हमारी लड़ाई तो सीसी है, एनआरसी से है। हमारी लड़ाई किसी से नहीं है। यहाँ तो मुसलमान और हिंदू सिख ईसाई सब आपस में मोहब्बत से रहते हैं, प्यार से रहते हैं। यहाँ भी जाफराबाद है, सब मुस्लिम इलाका है। यहाँ पे मंदिर है, मुसलमानों ने हिफाजत करी मंदिरों की यहाँ पर। अल्लाह का शुक्र है, लेकिन हम किसी से कम नहीं है, लेकिन हम चाहते हैं शांति का माहौल बना के रखें। बस यही गुजारिश है। बाहर जो विदेश में जितने भी लोग हैं, जो बाहर की सरकारें हैं, वो मिलके मोदी सरकार पे जोर डालें कि सरकार क्या कर रही है। मुसलमानों को कीड़े मकोड़ों की तरह समझ रहे हैं, लेकिन हमने अब भी शगुन बना के रख रखा। अगर हम चाहें इस रोड पे हिंदू को देख कर हम भी मैसेज पहुंचा सकते हैं मार मार के, लेकिन नहीं, हम चाह रहे हैं कि लड़ाई ना बने, युद्ध ना हो। लेकिन ये सरकार चाहती है ये साले बिल्कुल അവർ വളരെ വിഷമത്തോടു കൂടിയും രോഷത്തോടു കൂടിയും പറയുന്ന കാര്യം, ഒന്ന് അവർ ഇവിടുന്ന് പുറത്തുനിന്നുള്ള ആളുകളാണ് ഇവർ ആക്രമിച്ചത് എന്നുള്ളത് അവർ കൺഫേം ചെയ്യുന്നുണ്ട്. അവർ പറയുന്നത് ഇവിടുത്തെ ഹിന്ദുക്കളും എല്ലാവരും മോശപ്പെട്ട ആളുകളല്ല, പക്ഷേ കുറച്ച് RSSകാരുണ്ട്, അവർ പുറമേ നിന്ന് ആളുകളെ ഇറക്കിയിട്ട് ഞങ്ങൾ അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്തത്. രണ്ടാമത് അവർ വിഷമത്തോടെ പറയുന്നൊരു കാര്യം, പത്രങ്ങളിൽ നിങ്ങൾ വരുന്ന പടങ്ങൾ മുഴുവൻ കണ്ടില്ലേ, മുസ്ലിം മരിച്ചു കിടക്കുന്ന ഏതെങ്കിലും മുസ്ലിമിൻ്റെ പടം നിങ്ങൾ കണ്ടോ? അതേ സമയത്ത് ഹിന്ദുക്കൾ മരിച്ച പടങ്ങളും അവരുടെ വിഷ്വൽസും വീണ്ടും 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 കാണിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം മാധ്യമങ്ങൾ വളരെ ബോധപൂർവം നടത്തുന്നു എന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ ഒരു വിഷമം മാത്രമല്ല, അതിൻ്റെ ഒരു രോഷം കൂടി അവർക്ക് വളരെ കാര്യമായിട്ടുണ്ട്. ആളുകളെ മുസ്ലിങ്ങളെ കൊന്നിട്ട്, അതായത് അവരുടെ ഗലികൾ കയറി ആക്രമണം നടത്തി കൊലപ്പെടുത്തിയിട്ട് ഈ ഗലികളിലേക്ക്, അതായത് അവിടുത്തെ ഈ നാല എന്ന് പറയുക, അതായത് ഈ ചെറിയ കനാലുകളിലേക്ക് വലിച്ചെറിയായിരുന്നു ബോഡി എന്നാണ് പറഞ്ഞത്. അവർക്ക് ആരുടെയും സപ്പോർട്ട് കിട്ടിയില്ല. അവർ വളരെ വിഷമത്തോടു കൂടിയാണ് ഇത്രയും ദിവസം ഈ കഴിഞ്ഞത് എന്നാണ് അവർ വളരെ അതായിട്ട് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇവരുടെ വാക്കുകളിൽ തന്നെ പറയുമ്പോൾ കപിൽ മിശ്രയുടെ ഒരു കലാപാഹ്വാനം വല്ലാതെ അത് ഇഫക്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് അവർ ഈ കലാപകാരികൾക്കൊരു പ്രചോദനമായിട്ടുണ്ട് എന്നുകൂടി ഇവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ശരിയല്ലേ അത്? തീർച്ചയായിട്ടും അവരത് പറയുന്നുണ്ട്. കപിൽ മിശ്രയുടെ പേര് അവർ എടുത്തെടുത്ത് പറയുന്നുണ്ട്. അവർ 2-3 പേര് സംസാരിക്കുമ്പോഴും എല്ലാവരും പറയുന്നുണ്ട് കപിൽ മിശ്ര ഇവിടെ നടത്തിയ പ്രസംഗം അത് വലിയൊരു പ്രശ്നത്തിന് കാരണമായിട്ടുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. क्या उनकी माँ के दिल में दिल नहीं है? वो किसी के बेटे नहीं है, वो किसी के बच्चे नहीं है, उनकी कोई पुकार देखने जा रहा है? देखें उन्हीं के मुंह पे लगा देते हैं जी, हाँ देखा गैर मुस्लिम लगा दिया, हाँ जी अम्मा तुम्हारे साथ क्या हुआ, हाँ जी अम्मा तुम्हारे साथ। बाकी ये मानने वाली बात है कि यहाँ का हिंदू ऐसा है ही नहीं जो वो हमसे इतनी दुश्मनी करेगा। हम और वो हम सब साथ हैं, वाकई में हम सब साथ। ഇവിടെ നേരത്തെ ഇവിടെ ജനിച്ച എല്ലാ മനുഷ്യർക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഇപ്പോൾ കുറേ ആളുകൾ വന്നിട്ട് ഞങ്ങളോട് രേഖകൾ കാണിക്കാൻ പറയുകയാണ്. ഇവിടെ ഞങ്ങൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാവരും വളരെ സൗഹൃദത്തോടെ കഴിഞ്ഞിരുന്ന ആളുകളായിരുന്നു. ഇവർക്കിടയിൽ കുറേ RSSകാർ വന്നിട്ടാണ് ഇവിടെ കലാപം ഉണ്ടാക്കിയത്. ഇവർ പിന്നെ ഞങ്ങളെ പള്ളിയിൽ കയറിയിട്ട് ഇമാമിനെ കൊല്ലുന്ന മനുഷ്യർ എന്തൊരു വൃത്തികെട്ട മനുഷ്യർ, എത്ര മോശം മനുഷ്യരായിരിക്കും, ആർക്കെങ്കിലും ഇവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യമാണ് അവർ വളരെ രോഷത്തോടെ ചോദിക്കുന്നത്. 1.5 മാസമായിട്ട് അവർ ഷൈൻബാഗിന് ശേഷം 1.5 മാസമായിട്ട് ഇവിടെ സമാന രീതിയിലുള്ള സമരം നടക്കുകയാണ്. ആകെയുള്ള ഒരു വ്യത്യാസം ഇവർ റോഡ് ബ്ലോക്ക് ചെയ്യുന്നില്ല, സൈഡിൽ വളരെ പീസ്ഫുള്ളായിട്ട് വളരെ സമാധാനപരമായിട്ട് പ്രൊട്ടസ്റ്റ് നടത്തുന്ന സ്ത്രീകളാണ്. ഏകദേശം 100ഓളം സ്ത്രീകൾ ഇപ്പോൾ തന്നെ നിലവിൽ ഇവിടെ ഉണ്ട്. ഇതിൽ കൂടുതൽ രാത്രിയാകുമ്പോൾ കൂടുതൽ സ്ത്രീകൾ വരും. അങ്ങനെ വലിയൊരു പ്രൊട്ടസ്റ്റ് കുറേ ദിവസമായിട്ട് നടക്കുകയാണ്. ഈ സ്ത്രീകളുടെ പ്രൊട്ടസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ്, ഇത് ഒഴിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രയും വലിയൊരു കലാപം ഇത്രയും വലിയ ഏരിയയിൽ ഇവർ RSS നടത്തിയത്. हमारा हिंदुस्तान, हमारा भारत इतना खूबसूरत था कि कोई उसमें कहीं दरार नहीं थी, सब मिलके रहते थे। लेकिन आज दिलों में नफरत करवा दी दिलों में। लोगों के डर है, मुसलमान जाते हैं किसी
देखो मुसलमान किसी गली में जाते हैं तो हिंदू डर जाते हैं कि पता नहीं क्यों आ गया, पहले ऐसा कुछ नहीं था। और हिंदू मुसलमान के घर में आता तो डर जाते हैं कि क्या नाम है, पता नहीं क्यों आ गया पहले। ഇവർ പ്രധാനമായിട്ട് പറയുന്നത് NRCയും CAA മുസ്ലിങ്ങളെ ഇവിടുന്ന് ഈ രാജ്യത്ത് നിന്ന് ഓടിക്കാനുള്ള വലപ്പുറം ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുണ്ടായ ഒരു നിയമമാണെന്നാണ്. അത് നിർബന്ധമായിട്ടും തിരിച്ചെടുക്കണം എന്നാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. മറ്റൊന്ന് അവർ ആവർത്തിച്ച് പറയുന്നൊരു പേര് കപിൽ മിശ്രയുടേതാണ്. ഇവിടെ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് കപിൽ മിശ്രയാണ്. അയാളെ ഏറ്റവും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം. ഈ ഒറ്റ പ്രശ്നങ്ങൾ കാരണം ഈ നാട്ടിലുള്ള ഒരുപാട് മുസ്ലിങ്ങൾ മരിച്ചു, ഒരുപാട് ഹിന്ദുക്കൾ മരിച്ചു. ആര് മരിക്കുമ്പോഴും ഞങ്ങൾക്ക് അതിയായ വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിൽ ഇടപെട്ട് പ്രധാനമന്ത്രി തന്നെ ഇടപെട്ട് ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ऐसे कपिल मिश्रा आतंकवादी को पुलिस को चाहिए कि जल्द से जल्द अंदर डालना चाहिए ऐसे लोगों को। और पॉलिटिक्स में रहते हैं ऐसे लोग। अगर कपिल, इसकी सारी बुनियाद कपिल मिश्रा है। पुलिस ने प्रोटेक्शन दिया दंगाइयों को, उनके साथ पत्थरबाजी भी करी और वीडियो मौजूद है। हम अपने पास से नहीं कह रहे, ये नहीं कि अपने पास से हम कुछ भी कहते हैं, वीडियोस मौजूद है बकायदा। അവർ പറയുന്നത് ഇവരും പറയുന്ന അതേ കാര്യം തന്നെയാണ്. കപിൽ മിശ്രയുടെ ഈ പ്രസംഗം ഇല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇത്തരം ഒരു കലാപം ഉണ്ടാവില്ല. ആളുകൾ തോക്കും വാളൊക്കെ കയ്യിലെടുത്തിട്ട് തെരുവിലിറങ്ങില്ലായിരുന്നു. ഇത് കപിൽ മിശ്ര ഈ പ്രസംഗിക്കുന്ന വീഡിയോ എല്ലായിടത്തും അവൈലബിൾ ആണ്. എന്നിട്ടും അദ്ദേഹത്തിനെതിരെ കേസ് എടുത്തിട്ടില്ല. ഞങ്ങളിവിടെ നിലകൊണ്ടത് ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ്. ഞങ്ങൾ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള പ്രൊട്ടസ്റ്റ് നടത്തുമ്പോൾ ഞങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നു. ആക്രമണമാകുമ്പോൾ നിങ്ങൾ ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ പ്രൊട്ടക്ഷൻ പോലും ഞങ്ങൾ തന്നെ ചെയ്യേണ്ട ഒരു വളരെ പ്രയാസകരമായ സാഹചര്യത്തിലാണ് ഞങ്ങളിപ്പോൾ ജീവിക്കുന്നതെന്നാണ് പുള്ളി വളരെ വേദനയോടുകൂടി പറയുന്നത്. So our ladies proved that we are not afraid of anything. We are fighting against the CAA. We are not fighting against any community, any religion, and even we are not fighting against Modi ji. We are fighting against the vichardhara of Modi ji. Right? So we women faced violence created by the BJP RSS goons where we were sitting, and we did not afraid and we did not get up. So we proved that whatever you want to do you can do, but we will do what we want to do. Freedom from CAA or NRC. We demand freedom from CAA, from NRC, from NPR, from BJP, from RSS as well. ഇതാണ് ഇവിടുത്തെ യഥാർത്ഥ ചിത്രമെന്ന് പറയുന്നത്. ഇവർ അവസാനം പറഞ്ഞു വെച്ച RSSൽ നിന്നും BJPയിൽ നിന്നും NRCയിൽ നിന്നുമൊക്കെയുള്ള ഒരു ഫ്രീഡം അവരിൽ നിന്നാണ് ഈ രാജ്യത്തെ മോചിപ്പിക്കേണ്ടത് എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു സന്ദേശമാണ് ഗുൽ നമ്മുമായിട്ട് ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ഈ പ്രദേശത്ത് ഈ പ്രൊട്ടസ്റ്റ് നടക്കുന്ന ഈ ഒരു സ്ഥലത്തും വളരെ കൃത്യമായിട്ട് എല്ലാ വിഭാഗം ആളുകളും ഹിന്ദു മുസ്ലിം വിഭാഗങ്ങളൊക്കെ ഐക്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന മുന്നോട്ട് പോകുന്നൊരു പ്രദേശത്താണ്. ഇത് ഭയപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു കലാപത്തിന് RSS മുതിർന്നിട്ടുള്ളത് എന്നത് വ്യക്തമാണ് നമുക്ക്.